ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മെക് ഡോക്ടർ ബ്ലോഗ്സ്. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ ഫോർ കോയിലും റോയൽ എൻഫീൽഡിനെ ചേഞ്ച് ചെയ്യാമെന്നാണ്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ എൻ്റെ തെറ്റുകളും പോരായ്മകളും ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നതുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിൻ്റെ മുന്നേ ഇത് പറയാണ്, 100-90% ആൾക്കാരും എൻ്റെ വീഡിയോ കാണുന്നത് ജസ്റ്റ് വാച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യില്ല. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ വീഡിയോ നിങ്ങളിലേക്ക് എത്തുക. അപ്പോൾ മാക്സിമം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഈ കാണുന്ന ഒരു സ്റ്റാൻഡേർഡ് 350 ആണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് 350ക്കാണ് ഫോർ കോയിലും ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫോർ കോയിലും ചേഞ്ച് ചെയ്യുമ്പോൾ വീല് വരാനായിട്ട് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് 10-12 ഡബിൾ ഹാൻഡ്, ഈ കാണുന്നതാണ് 10-12 ഡബിൾ ഹാൻഡ്. പിന്നെ വേണ്ടത് പ്ലെയറാണ്, അതായത് സ്പീഡോ ഡ്രൈവിൽ നിന്നും സ്പീഡോ കേബിൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയർ ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ 13ന്റെ ബോക്സ് ഉപയോഗിച്ചിട്ടാണ് വീൽ നെട്ട് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ 10-12 ഡബിൾ ഹാൻഡ് ഉപയോഗിച്ചിട്ട് ബ്രേക്കിൻ്റെ നെട്ട് ലൂസായി കൊടുക്കുക ചെയ്യുന്നത്. നെട്ട് ലൂസാക്കിയിട്ട് ബ്രേക്ക് റാഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനുശേഷം പിന്നെ വീലിൻ്റെ നെട്ട് ഊരുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം 13ന്റെ ബോക്സ് ഉപയോഗിച്ചിട്ടാണ് വീൽ നെട്ട് റിമൂവ് ചെയ്യേണ്ടത്. ബോക്സ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിഷനും കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് മിഷനില്ലാത്തവർ 13 റിംഗ് സ്പാൻഡർ ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യാൻ നോക്കുക. മാക്സിമം റിംഗ് സ്പാൻഡറോ അല്ലെങ്കിൽ ബോക്സ് റാഡോ ഉപയോഗിച്ചിട്ട് ആക്കാൻ നോക്കുക, കാരണം സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഡബിൾ ഹാൻഡ് യൂസ് ചെയ്താൽ. അതിനുശേഷം പ്ലെയർ ഉപയോഗിച്ചിട്ട് സ്പീഡോ ഡ്രൈവിൽ നിന്നും സ്പീഡോ കേബിൾ റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ സ്പീഡോ കേബിൾ റിമൂവ് ചെയ്യുമ്പോൾ മെല്ലെ നോക്കിയും കണ്ടും ചെയ്യുക, കാരണം ത്രെഡും കാര്യങ്ങളും പോയിന്റ് ഡ്രൈവ് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലെയർ ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൈ കൊണ്ട് തന്നെ തിരിച്ചിട്ടുണ്ടെങ്കിൽ പോരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കേബിളും കാര്യങ്ങളും ടൈറ്റ് ഉണ്ടോ എന്നുള്ള ജസ്റ്റ് ഒന്ന് കറക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒന്ന് തിരിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കേബിൾ ടൈറ്റ് ഉണ്ടോ, ഉള്ളിൽ കറ ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് നോക്കുക. അതിനുശേഷം വീല് പുറത്തേക്ക് റിമൂവ് ചെയ്യുക. സിമ്പിളാണ്. അതിൻ്റെ 2 സ്റ്റഡ് വരുന്നുണ്ട്. ആ സ്റ്റഡ് 2 റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീല് സുഖമായിട്ട് പുറത്തേക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം 12ന്റെ ബോക്സ് ഉപയോഗിച്ചിട്ട് മഡ് ഗാർഡ് ഊരാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ മഡ് ഗാർഡ് ഊരാൻ 12 ടീ ബോക്സോ അല്ലെങ്കിൽ 12 റിംഗ് സ്പാൻഡറോ അല്ലെങ്കിൽ ബോക്സും റാഡും അല്ലെങ്കിൽ ബോക്സും മെഷീനും ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യാം. ട്ടും ഒരു ഞെട്ടാണ് വരുന്നത്, അതായത് ബ്രേക്കിൻ്റെ അഡ്ജസ്റ്ററിൻ്റെ അവിടെ ഒരു ഞെട്ടും ബാക്കിയുള്ളത് 5 ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ ആ 5 ബോൾട്ട് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഞെട്ടും റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോർക്കിൻ്റെ ട്യൂബ് തിരിച്ചു കൊടുക്കാൻ നോക്കുക. ഫോർക്ക് ജസ്റ്റ് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോർക്കിൽ നിന്ന് മഡ് ഗാർഡ് പുറത്തേക്ക് എടുക്കുക. അതെല്ലാം അങ്ങനെ തന്നെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ചും കാര്യങ്ങളും മഡ് ഗാർഡിന് വീഴുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഫോർക്ക് ട്യൂബ് എങ്ങനെയാണോ ഉള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് നിലവിലുള്ള എങ്ങനെയാണോ ഉള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് 2 ട്യൂബും തിരിച്ചാൽ സുഖമായിട്ട് മഡ് ഗാർഡ് പുറത്തേക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണുള്ളത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. മഡ് ഗാർഡ് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ മഡ് ഗാർഡിൽ ഒരു റബ്ബറിൻ്റെ സാധനം ഉണ്ട്. ആ സാധനത്തിന് പറയുന്ന പേരാണ് കേബിൾ ക്രോമറ്റ്. അപ്പോൾ കേബിൾ ക്രോമറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്കിൻ്റെ കേബിള് പുറത്തേക്ക് ഇടാനുള്ള ശ്രമിക്കുക. നല്ല മഡ് ഗാർഡ് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരാതെ എടുത്തിട്ട് സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനുശേഷം ഇൻഡിക്കേറ്ററിൻ്റെ 2 നെട്ട് വരുന്നുണ്ട്. ആ നെട്ട് റിമൂവ് ചെയ്യണം. ഇൻഡിക്കേറ്റർ ഒരു സൈഡത്തെ ഒരു നെട്ടും അതുപോലെ തന്നെ പിന്നെ വരുന്ന ടീ സ്റ്റെമ്മിൻ്റെ നെട്ടാണ് വരുന്നത്. അപ്പോൾ ടീ സ്റ്റെമ്മിൻ്റെ നെട്ട് ആദ്യം തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ നെട്ട് ലൂസാക്കുക. അത് 13ന്റെ ബോക്സ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അതിനുശേഷം 12ന്റെ ഉപയോഗിച്ചിട്ട് ടീ സ്റ്റെമ്മിൻ്റെ നെട്ടാണ് ലൂസാക്കേണ്ടത്. ടീ സ്റ്റെമ്മിൻ്റെ നെട്ട് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ലൂസായി കൊടുത്താൽ മാത്രം മതി. അപ്പം തന്നെ നമ്പർ ബോർഡ് ഒന്ന് അടക്കി വെക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ലൂസായിരിക്കുന്നോ ഇല്ല എന്നുള്ളത്. അപ്പം നമ്പർ ബോർഡിൻ്റെ സ്റ്റേ ലൂസാവും, ഫ്രീ ആവും. അപ്പോൾ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയിലേക്ക് ഞാനത് തിരുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഈ കാണുന്നതാണ് 8ന്റെ ഒരു എല്ലങ്കി. അപ്പോൾ എല്ലങ്കി ഉപയോഗിച്ചിട്ട് 8ന്റെ എല്ലങ്കി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹെഡിൻ്റെ അവിടെ വരുന്ന ഒരു എല്ലങ്കി ബോൾട്ട് വരുന്നുണ്ട്. എല്ലങ്കി ബോൾട്ട് റിമൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്യാവശ്യം അത് ടൈറ്റ് ഉണ്ടാവും. പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിലും കാര്യങ്ങളും, അതായത്
ഊരാൻ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്നൊരു ആക്സിലോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ അല്ലെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ആക്സിലോട്ട് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ബോൾട്ട് റിമൂവ് ആവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലൊരു വാഷർ വരുന്നുണ്ട്, പ്ലേറ്റ് വാഷർ വരുന്നുണ്ട്. അപ്പോൾ അത് പോവാതെ ശ്രദ്ധിക്കണം. കാരണം അത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വണ്ടി റണ്ണിങ്ങിൽ പിന്നെ അതായത് ബോൾട്ട് റൈസറിൻ്റെ അടിമാതിരി ഒരു അടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ബോൾട്ട് റൈസറിൻ്റെ പണിയൊക്കെ എടുക്കുമ്പോഴാണ് ഫോർക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാഷർ സേഫാക്കി എടുത്തേക്കാൻ നോക്കുക. ഈ കാണുന്നതാണ് 8ൻ്റെ ബോൾട്ട് വരുന്നത്, ഈ കാണുന്നതാണ് വാഷർ വരുന്നത്. അപ്പോൾ ഈ വാഷർ ജസ്റ്റ് ഫോർക്കിൻ്റെ പണി അതിനോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അതിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അതെല്ലാം നേരെ മറിച്ച് ബോൾട്ട് റൈസറിനൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ ആ വാഷർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫോർക്ക് പുറത്തേക്ക് റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന ഫോർക്ക് അത്യാവശ്യം ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ഫോർക്ക് ബെൻഡ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ സംഭവം ജാമായിട്ട് ലേശം ടൈറ്റായിട്ട് കുടുങ്ങിയതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടൂള് ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ കാണുന്ന ടീ ബോക്സിൽ ജസ്റ്റ് അതിന് ഇറങ്ങുന്ന ത്രെഡ് ഉണ്ട്. അതായത് നിങ്ങൾ നേരത്തെ ഊരിയ ബോൾട്ട് നേരത്തെ അതേ സൈസിലുള്ള ത്രെഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയ സ്പെഷ്യൽ ടൂളാണിത്. അപ്പോൾ ആ സ്പെഷ്യൽ ടൂള് ജസ്റ്റ് ഒന്ന് ടീ ബോക്സ് ഇട്ടിട്ട് ടൈറ്റ് ആക്കുന്നത്, ആ ഞെട്ടിൽ ടൈറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ശേഷം ഹാമർ എടുത്ത് ജസ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഫോർക്കിൻ്റെ ട്യൂബിന് ഡാമേജ് ഉണ്ടാവില്ല. അപ്പോൾ ഡാമേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചിലർ ഡയറക്റ്റ് ആയിട്ട് ആക്സിൽ വെച്ചിട്ട് അടിക്കാൻ നോക്കും. അങ്ങനെ ഒരിക്കലും അടിക്കരുത്, കാരണം ത്രെഡും കാര്യങ്ങളും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ത്രെഡിലേക്ക് ആ ടീ ബോക്സ് എടുത്തിട്ട് കയറ്റിയിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഹാമർ എടുത്തിട്ട് തട്ടി കൊടുക്കുമ്പോൾ പിന്നെ ഫ്രീ ആവും. പിന്നെ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ആ ഫോർക്ക് ട്യൂബ് പുറത്തേക്ക് വരുന്നതാണ്. അപ്പം ആദ്യത്തെ പ്രൊസീജിയർ കഴിഞ്ഞ്, അതായത് ഫോർക്ക് റിമൂവ് ചെയ്യുന്ന പ്രോബ്ലം കഴിഞ്ഞ്. അതിന് ശേഷം ഓയിൽ എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാണുന്ന സാധനമാണ് ഡസ്റ്റ് സീൽ. ഈ ഡസ്റ്റ് മുകളിൽ കാണുന്ന സീലിന് പറയുന്നതാണ് ഡസ്റ്റ് സീൽ, അതായത് ക്യാപ്പ് എന്ന് പറയും. ഓയിൽ സീലിൻ്റെ നേരെ മുകളിൽ വരുന്നതാണ് ഡസ്റ്റ് സീൽ. ഈ കാണുന്നതാണ് ഫോർക്ക് ഓയിൽ. ഫോർക്ക് ഓയിലിൻ്റെ റേറ്റ് വരുന്നത് 130 രൂപയാണ്. ഈ കാണുന്നതാണ് ഫോർക്ക് ഓയിൽ സീൽ. ഇതിൻ്റെ MRP വരുന്നത് 200 രൂപയാണ്. അപ്പോൾ അടുത്ത പാർട്ട് 2 ആയിട്ട് ചെയ്യാം, എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. വീഡിയോയുടെ ലെങ്ത്തിൻ്റെ വിഷയം കൊണ്ടാണ് പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നത്. വീഡിയോൻ്റെ ലെങ്ത്ത് അത്യാവശ്യം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് തന്നെ ബോറടിക്കേണ്ട വിചാരിച്ചിട്ടാണ് 2 വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.